ബി.ജെ.പി. എന്ന പാർട്ടിയെ താഴ്ത്തിക്കെട്ടണമെന്നുണ്ടെങ്കിൽ, അപമാനിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും എളുപ്പ വഴിയാണ് ആ പാർട്ടിയെ കോൺഗ്രസുമായി താരതമ്യം ചെയ്യുക എന്നുള്ളത്. ഇതിലും ഗതികേട് ഒരിക്കലും ബി.ജെ.പിക്ക് വരാനില്ല. കാരണം അടിസ്ഥാനപരമായി കോൺഗ്രസ് എന്നത് ഒരു കുടുംബത്തിന്റെ മാത്രം പാർട്ടിയാണ്. കോൺഗ്രസിനെ കുടുംബ സംവിധാനം ആക്കി മാറ്റുന്നതിന് അടിത്തറയിട്ടത് ത്യാഗശീലൻ എന്ന് സ്തുതിപാഠകരായ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന മോത്തിലാൽ നെഹ്റു തന്നെയാണ്. താൻ കോൺഗ്രസിന് വേണ്ടി പണം മുടക്കുന്നത് മകൻ ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിന്റെ പരമാധികാരിയാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് തുറന്നു പറയാൻ മോത്തിലാലിന് മടിയുണ്ടായിരുന്നില്ല. അക്കാര്യം അദ്ദേഹം ഗാന്ധിയോട് തന്നെ പലവട്ടം പറഞ്ഞിട്ടുമുണ്ട്. കോൺഗ്രസിന് വേണ്ടി അനേകർ പണം മുടക്കിയിട്ടുണ്ടായിരുന്നു. പല സ്ത്രീകളും സ്വർണ്ണാഭരണങ്ങൾ ഊരി ഗാന്ധിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് അവരുടെ ത്യാഗമാണ് അവരുടെ ആഭരണമെന്ന് ഗാന്ധി പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. എന്നാൽ മോത്തിലാൽ കൂടുതൽ ലാഭത്തിന് വേണ്ടി നടത്തിയ നിക്ഷേപമായിരുന്നു ആ പണം മുടക്കൽ. ലാഭത്തിന് വേണ്ടി പണം മുടക്കുന്നത് ത്യാഗവും തമ്മിൽ വലിയ വ്യത്യാസമാണുള്ളത്. മോത്തിലാലിന്റെ പാത പിന്തുടർന്ന് ജവഹർലാൽ തന്റെ മകളെ കൊണ്ടുവന്നു. ഇന്ദിര മകൻ രാജീവിനെ കൊണ്ടുവന്നു. രാജീവിന് ശേഷം സോണിയ, സോണിയയ്ക്ക് ശേഷം രാഹുൽ. താൻ നെഹ്റു കുടുംബത്തിന്റെ അടിമയാണ് എന്ന് തുറന്നു പറഞ്ഞ ആദർശ ധീരനാണ് A.K. ആന്റണി. നെഹ്റു കുടുംബമില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന് അദ്ദേഹം ഒരിക്കൽ ഒരു ലേഖകനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അവിടെ പ്രസവം നിന്നുപോയാൽ പാർട്ടി തന്നെ ഇല്ലാതാകുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം തിരിച്ച് ഒരു മറുപടിയും നൽകിയിട്ടില്ലായിരുന്നു. അമർഷത്തോടെ അവഗണിക്കുകയായിരുന്നു ചെയ്തത്. ഇങ്ങനെയുള്ളവരാണ് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും പോലുള്ളവരെ വിമർശിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് അതിലെ തമാശ എന്ന് തന്നെ പറയേണ്ടി വരും. അതിലെ തന്നെ ഏറ്റവും രസകരമായ ഒരു സംഭവമുണ്ട്. പ്രധാനമന്ത്രി പദത്തിന്റെ അന്തസ് ഇത്രയും താഴ്ത്തിയ മറ്റൊരാളില്ല എന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മോദിയെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോണിയാഗാന്ധിയുടെ ഗുമസ്ത ജോലിയാണ് പ്രധാനമന്ത്രി പദം എന്ന് തെളിയിച്ച മൻമോഹൻ തന്നെയാണ് ഇത് പറയുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് അതിലെ വിരോധാഭാസം. മൻമോഹൻ എത്തിച്ചതിനേക്കാൾ താഴ്ന്ന നിലവാരത്തിൽ പ്രധാനമന്ത്രി പദത്തെ എത്തിക്കാൻ ഇനി ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് പോലും സംശയമാണ്. ലോക്സഭയിൽ മൻമോഹൻ തന്നെ അവതരിപ്പിച്ച ബില്ല് കീറി മൻമോഹൻ സിംഗിന്റെ തന്നെ മുഖത്തേക്ക് രാഹുൽ എറിഞ്ഞപ്പോൾ അത് അലങ്കാരമായി സ്വീകരിച്ച മൻമോഹന്റെ നിലവാരത്തിലേക്ക് ഉയരാൻ ഇനി ആർക്കാണ് സാധിക്കുന്നത്? മൻമോഹൻ സിംഗിനെ പോലെ കൂറ് തെളിയിച്ച ഒരു അടിമയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. രാജ്യത്തെ വിഭവശേഷിയുടെ ഒന്നാം അധികാരി ഇസ്ലാം മതക്കാരാണ് എന്ന് വരെ മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ചെറ്റത്തരങ്ങൾ മാത്രമാണിത്. മൻമോഹൻ മതചിഹ്നങ്ങൾ അണിഞ്ഞു നടക്കുന്നത് സെക്യുലറിസവും മോദി അമ്പലത്തിൽ പോകുന്നത് കമ്മ്യൂണലിസവും എന്നാണ് കോൺഗ്രസുകാർ പറയാറ്. ഇതിൽ എന്ത് യുക്തിയാണ് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർ ചിന്തിച്ചു പോകും. മൻമോഹൻ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. സോണിയാഗാന്ധി ഏത് ഭരണഘടനാ പദവിയാണ് വഹിച്ചിട്ടുള്ളത്? ഒരു ഭരണഘടനാ പദവിയും വഹിക്കാത്ത ഒരു വ്യക്തിയുടെ, അതും ഇറ്റാലിയൻ പൗരത്വമുള്ള ഒരു വ്യക്തിയുടെ ആജ്ഞത സ്വീകരിച്ച് പ്രവർത്തിച്ച മൻമോഹൻ ഏത് ഭരണഘടനയാണ് സംരക്ഷിച്ചിട്ടുള്ളത്? ഒരിക്കൽ പോലും ജനവിധി തേടാതെയും നേടാതെയും പ്രധാനമന്ത്രിയായ മൻമോഹൻ ഏത് ജനാധിപത്യ മൂല്യമാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്? ഇതിനൊന്നും കോൺഗ്രസുകാർക്കോ അന്തം കൊങ്ങികൾക്കോ ഉത്തരമൊന്നും തന്നെയില്ല. വെറുതെ അംബേദ്കർ 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 എന്ന് പറഞ്ഞ് കാടടച്ച് വെടിവെക്കുക മാത്രമാണ്. അനാവശ്യമായി സൊറോസിന്റെ നിർദ്ദേശപ്രകാരം രാജ്യത്തിനെ കുഴിയിൽ കൊണ്ട് ചാടിക്കുക, മതഭ്രാന്ത് രാജ്യത്തിൽ അടിച്ചേൽപ്പിക്കുക, ഇതൊക്കെ മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഒരേ ഒരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു പാർട്ടിയെ ബി.ജെ.പിയുമായി ഒരിക്കലും താരതമ്യം ചെയ്ത് ബി.ജെ.പിയുടെ നിലവാരം തകർക്കരുത് എന്നത് മാത്രമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്.